ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അത്യധികം സന്തോഷമായ ഒരു കാര്യം പങ്കിടാനാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച് ജോലി കിട്ടിയ ജിജിയുടെ ഹസ്ബൻഡ് സീഡിറ്റിലെ ഉദ്യോഗസ്ഥനായ ശ്രീ അനിൽകുമാറും എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ജിജിയുടെ കയ്യിൽ ഒരു ബ്രൗൺ കവറുണ്ട്. ആ ബ്രൗൺ കവർ നേടിയെടുക്കാൻ പെട്ട പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരുന്നു. അല്പം അകലെ നിന്നാണ് വന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ് വന്നത്. ഇവിടെ വന്ന് ICDS സൂപ്പർവൈസർ പരീക്ഷയ്ക്കുള്ള ക്ലാസ്സിലാണ് ചേർന്നത്. ആ ക്ലാസ്സിൽ ചേർന്ന് തീവ്രമായി പഠിച്ച് ജോലി കിട്ടി. ഇപ്പോൾ പന്തളത്ത് ICDS സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇനി ജിജിക്ക് എന്താണ് പറയാനുള്ളത്, എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത്, ആരൊക്കെയാണ് പഠിക്കാൻ സഹായിച്ചത്, ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്, ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു, ഇനി 24-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന ICDS സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് എന്താണ് പറയാനുള്ളത്, ഇതൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, യഥാർത്ഥത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജിജി ഇന്നിവിടെ വരുമ്പോഴത്തേക്കും ICDS സൂപ്പർവൈസറിൻ്റെ ക്ലാസ് നടക്കുകയായിരുന്നു. ആ ക്ലാസ്സിൽ എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എനിക്കൊരു സമ്മാനമൊക്കെ തന്ന് എന്നിട്ടാണ് ഈ സെഷനിലേക്ക് വരുന്നത്. അതുകൊണ്ട് ജിജിയെ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് ഈ ബ്രൗൺ കവർ കിട്ടാനാണ് ഇത്ര കാലം ശ്രമിച്ചത്. അത് കിട്ടുക തന്നെ ചെയ്തു. ജോയിൻ ചെയ്തു. വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ജിജി എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത്, എങ്ങനെയൊക്കെയാണ് പഠിച്ചത്, വീട്ടിലെ അവസ്ഥകൾ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ജിജിയുടെ ഉദ്ദേശം. ശരി. ഞാൻ 2019 ഡിസംബർ 29-ാം തീയതിയാണ് ഇവിടെ ക്ലാസ്സിന് വന്നത്. ആദ്യമായിട്ട് ഇവിടെ ക്ലാസ്സിന് വന്നത്. അപ്പോൾ എനിക്കിവിടെ പരിചയമുള്ള ആരും ഇല്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തൊരു ഇക്ബാൽ എന്ന് പറഞ്ഞൊരു കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവൻ ഇവിടെ ക്ലാസ്സിന് പഠിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്ത് പഠിക്കുന്നതെന്ന് ചോദിച്ചു. നെടുമങ്ങാട് ഒരു സാറിൻ്റെ വീട്ടിൽ PSC ക്ലാസ് പഠിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ചേച്ചി അവിടെ കുറേ ചേച്ചിമാരിങ്ങനെ ക്ലാസ്സിനൊക്കെ വന്ന് അവർക്ക് ജോലിയൊക്കെ കിട്ടിപ്പോയ ഒത്തിരി പേരുണ്ട് അവിടെ, നിങ്ങളെപ്പോലെ അംഗൻവാടി ടീച്ചേഴ്സാണ് അവിടെ പഠിക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവ്, ഒരു ചേച്ചി ബിനു എന്ന് പറയും, പുള്ളിക്കാരി ഇവിടെ പഠിച്ച് ജോലി കിട്ടിപ്പോയ ആളാണ്. അപ്പോൾ ആ ചേച്ചിയുടെ നിന്നാണ് ഞാൻ നമ്പർ വാങ്ങിച്ചത് സാറിന്. അങ്ങനെ വരുന്നതിൻ്റെ തലേദിവസം സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ക്ലാസ് തുടങ്ങി, നാളെ തന്നെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ വന്നു വിളിച്ചു, സാറിനെ വിളിച്ചപ്പോൾ സാറ് വഴിയൊക്കെ പറഞ്ഞു തന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ക്ലാസ്സിന് വന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരു പുതിയ ലോകമായിരുന്നു എൻ്റെ അത്. കാരണം ഞാൻ ഏകദേശം 18 വയസ്സായ മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും കാരണം എൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുകൾ അത്രയായിരുന്നു. ഞങ്ങൾ 3 പെൺമക്കളായിരുന്നു. ഞങ്ങളെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷേ സമയമായപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ എങ്കിലും ഞങ്ങൾ 3 പേരും പഠിച്ചു. നല്ലൊരു ജോലി വേണമെന്ന് അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ അമ്മയും വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങളെ 3 പേരെയും ഒരു നല്ല നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം കഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾ പഠിക്കുകയായിരുന്നു. എല്ലാവർക്കും ഒരുവിധം സാമാന്യം ചെറിയ ചെറിയ ജോലികളൊക്കെ കിട്ടി. ഞാൻ അംഗൻവാടി ടീച്ചറായിട്ട് കയറി. പിന്നെ എന്നാലും എന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി വാങ്ങുക എന്നുള്ളത്. അപ്പോൾ എന്നെ ടെസ്റ്റുകളിനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അന്നൊന്നും ഒരു നന്നായി പഠിച്ച് ജോലി വാങ്ങണമെന്നുള്ളൊരു, എപ്പോഴും പഠിക്കണമെന്നുള്ളൊരു ചിന്തയില്ലായിരുന്നു. വീട്ടുജോലിയുടെ കൂടെ പരീക്ഷയുടെ 2 ദിവസം മുന്നേ പോയി പഠിക്കും, എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടിങ്ങ് പോരും, അങ്ങനെയായിരുന്നു. പക്ഷേ സാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എങ്ങനെ ചിട്ടയായി പഠിക്കണമെന്നും എങ്ങനെയാണ് നമ്മളൊരു PSC പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടതെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് മാർഗനിർദ്ദേശം തന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമായിരുന്നു സാറ്. എനിക്ക് ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മുമ്പിൽ എത്തിച്ച ഒരു ദൈവം തന്നെയാണ് സാറ്. എന്തായാലും
സാറിൻ്റെ അടുത്ത് വന്ന് വളരെ കഷ്ടപ്പെട്ടാണ്. കാരണം നമ്മുടെ ജോലി എന്ന് പറയുന്നത് വീട്ടുജോലിയുണ്ട്, അംഗൻവാടിയിലെ ജോലിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി വീട്ടിലെ ജോലിയെല്ലാം തീർന്നു കഴിഞ്ഞ് രാത്രി 12-1 മണി വരെ, ചിലപ്പോൾ ചില ദിവസമൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരുന്നൊരു കക്ഷിയാണ്. പക്ഷേ ഈ പരീക്ഷയുടെ ഇത് വന്നപ്പോൾ നമുക്കൊരു ജോലി നേടണമെന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ വന്നപ്പോൾ അതെല്ലാം നമ്മൾ മറന്നു. രാത്രി 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. അപ്പം വീട്ടുകാരെല്ലാം നോക്കും ഞാനിരുന്ന് ഉറങ്ങിപ്പോകുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവരെല്ലാം അല്ലെങ്കിൽ രാത്രി 2 മണിയാകുമ്പോൾ പറയും മതിയാക്കി ഇനി രാവിലെ എഴുതിരുന്ന് പഠിക്കാം. പക്ഷേ 4 മണിക്ക് സാറിൻ്റെ ക്ലാസ് ഉണ്ട് യൂട്യൂബിൽ. ഞാൻ ആ നോട്ടെല്ലാം എഴുതി വെച്ചിട്ടാണ് സാറിൻ്റെ ക്ലാസ്സിന് വരുന്നത് പിറ്റേന്ന്. പക്ഷേ ഞങ്ങളുടെ കുറച്ച് ദിവസം അങ്ങനെ പഠിച്ചു. പക്ഷേ ലോക്ക്ഡൗൺ കാരണം പിന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കേണ്ട ഒരവസ്ഥ വന്നു. എന്നാലും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കുകയും കൂട്ടുകാരുമായിട്ടും സാറുമാരുമായിട്ടൊക്കെ നമ്മൾ വിളിച്ചും ഒക്കെ നമ്മുടെ സംശയങ്ങളൊക്കെ തീർത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് വർക്ക് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത്. അതിൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അവരെയും ഇവിടെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് ജയൻ സാറ്, മണി സാറ്, ശിവജി സാറ്, പിന്നെ നമ്മുടെ സൂരജ് വലിയ, കാരണം നമുക്കിത് നമ്മുടെ അടുത്ത് എത്തണമെങ്കിൽ സൂരജ് വേണം, എന്നാലേ ഈ ക്ലാസ്സുകൾ നമുക്ക് എത്തുള്ളൂ. അങ്ങനെ ഒരു എല്ലാവരെയും ഞാൻ ഓർമ്മിച്ചുകൊണ്ട് നിർത്തിയാണ്. സാറിനെ കൂടെ ഒന്ന് വിളിക്കാം. ഇതാണ് ജിജിയുടെ ഹസ്ബൻഡ്. അദ്ദേഹം നമസ്തേ. അദ്ദേഹവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മുട്ടായും സ്വീറ്റ്സും ഒക്കെ വിതരണം ചെയ്യാൻ അദ്ദേഹവും പങ്കെടുത്തു. എന്തായാലും 2 പെൺമക്കളാണ്. ആ പെൺമക്കൾക്കും എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. എന്തായാലും സാറ് എന്തായാലും ഇതിനൊക്കെ ഉള്ള പ്രോത്സാഹനം കൊടുക്കുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഘടകം. അത് നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.